ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മക്കോട്ട ദേവ പഴം പഴുത്ത് നല്ല പാകമായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഞാനത് കാണിച്ചു തരാം. നല്ല പഴുത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? നോക്കി, ഒരു സെക്കൻഡ്. ഇതാ നോക്കി, നല്ല റെഡിഷ് ആയിട്ടുള്ളത് ഇതാണ് ശരിക്കും ഈ പഴത്തിൻ്റെ യഥാർത്ഥ പാകമായിട്ടുള്ള അവസ്ഥ ഇതാണ്. മറ്റത് രണ്ടും 1-2 ദിവസത്തിനകത്ത് അതും ഇതിലെ പാകമാവും. ശരിക്കും ഇതിനിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്, ഇത് പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ വേറൊരെണ്ണം പാകമായി ഏകദേശം ആയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അത് റെഡിയാകും. പിന്നെ അതിൻ്റെ സൈസ് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ പച്ച കായകൾ വന്നിട്ടുണ്ട്. തീരെ ചെറിയ കായ വന്നിട്ടുണ്ട്. ഒരുപാട് കായകൾ ഇപ്പോൾ ഇതിൽ നിൽപ്പുണ്ട്. ഇവിടെ നല്ല മഴയാണ്. മഴ ഇപ്പം തോർന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത്. ഇല്ലെങ്കിൽ ഈ പഴം ചിലപ്പോൾ പൊഴിഞ്ഞു പോയാലോ. കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതാണ് ശരിക്കുള്ള ഇതിൻ്റെ പാകമായ അവസ്ഥ. ഇതാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ഡയബറ്റിസ് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണെന്നാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്. ഇതിൻ്റെ ഈ പഴം ഇത് പൊളിച്ച് ഇതിനകത്തുള്ള ഒരു കുരുവുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നട്ട് അടുത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് പഴം പൊളിച്ചതിന് ശേഷം നമ്മുടെ സവോള അരിയുന്നത് പോലെ നല്ല നൈസായിട്ട് അരിഞ്ഞ് ഇതിനെ ഉണക്കിയെടുക്കണം. 3 ദിവസം 3-4 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കി പാകമാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ 2-3 അല്ലി വീതം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുന്നതാണ് ശരിക്കും നല്ലത്. ഇത് വേറെ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. ഷുഗർ പേഷ്യൻസിനത് ഷുഗറിൻ്റെ ലെവൽ നോർമലാകാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഔഷധ മരുന്ന് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.